അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോറ് വെക്കുകയാണ്. ചോറൊക്കെ വെച്ചതിന് ശേഷം മീൻ കൂടിയും ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീനൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് കായം കുട്ടി വെച്ചായിരുന്നു. സാമ്പാർ രാവിലെ തന്നെ ഉണ്ടാക്കിയോണ്ട് ഇനിയിപ്പോൾ ലഞ്ചിന് അധികം പണിയൊന്നുമില്ല. ആ ഒരു മീനൊക്കെ കാണുന്ന ടൈം കൊണ്ട് ഇവിടെ നിന്നാണ്ട് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഓരോ ഭാഗങ്ങളായിട്ട് ചെറുതായിട്ട് ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോർ റൂമാണ് ഇന്നത്തെ ക്ലീനിങ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ സാധനങ്ങളും തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം സാധനങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മോന് ബ്രദറിന് സോപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ പുറത്ത് വെള്ളത്തിലൊക്കെ കളിക്കായിരുന്നു. പിന്നെ അതാ ഞങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ആൾ ഇന്ത്യൻ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചെറിയൊരു സങ്കടം കാണിച്ചെങ്കിലും പിന്നെ ആൾക്ക് കൂടി അതിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ സ്പീഡാക്കുന്ന പോലെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മോന് നേരെ തിരിച്ചാട്ടോ. എന്താണെങ്കിലും സ്ലോ മോഷൻ കളിച്ചിട്ടേ ചെയ്യുള്ളൂ. ഒരു കൈ ഇടണോ വേണ്ടെന്ന് കളിച്ചിട്ടേ ഏത് ഡ്രസ്സ് ഇടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല സ്പീഡ് തന്നെ ഇട്ടുണ്ട്. ഒക്കെ പുതിയ ഡ്രസ്സ് ഇട്ടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും സ്പീഡിലിടും. പിന്നെ ഇതിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറുതായിരുന്നു ഓർഡർ ചെയ്ത്. പക്ഷേ ഓലിൻ്റെ മോൻ്റെ വയസ്സ് കറക്റ്റ് മനസ്സിലായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഏറെയാണ്. ഇനിയിപ്പോൾ റിട്ടേൺ അയക്കണം. ഇതാട്ടോ എൻ്റെ ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഊരിയക്കണീന് മുമ്പായിട്ട് തന്നെ അടുത്ത കൊറിയർക്കാർക്ക് വന്നുകൊണ്ട് വേറെ ഡ്രസ്സ് കൂടി നിന്നിട്ടുണ്ട്. അതുകൂടി ഇട്ട് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പണിയെടുക്കാനുള്ള ആവേശമൊക്കെ ഇതോടെ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാൻ നിൽക്കില്ല. നോർമൽ ക്ലീനിങ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ കേട്ടോ.